സംഘപരിവാർ രാഷ്ട്രീയത്തോട് ബൈ പറഞ്ഞ് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർ ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഇടനെഞ്ചിൽ സ്ഥാനം കിട്ടിയത്. അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് കോൺഗ്രസിലേക്ക് അംഗത്വമെടുത്ത് വരുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഇതൊരു ഫാക്ടറായി. BJP സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാറിൻ്റെ പൊയ്മുഖം വലിച്ചു കീറുന്നതിൽ മുൻപന്തിയിലായിരുന്നു കോൺഗ്രസിൻ്റെ നേതാവായി വന്ന സന്ദീപ് വാര്യർ. ഇപ്പോഴിതാ പത്തനംതിട്ടയിലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ്റെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യമാണ്. അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിക്കപ്പെടുമ്പോൾ പാലക്കാട് MLA കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ എത്തിയത് വലിയ രീതിയിൽ ഒരു വാർത്താ പ്രാധാന്യമുള്ള വിഷയമായി മാറിക്കഴിഞ്ഞു. എന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത അതല്ല. രാഹുൽ മാങ്കൂട്ടം തേജാവധം മുഴുവൻ ഏറ്റുവാങ്ങി, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നശിപ്പിച്ച് കളയാം, ഒരു റിനി ജോർജിനെ മുന്നോട്ട് വെച്ച് CPI നടത്തുന്ന ഈ തറവേലകൾ എല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കളെയൊക്കെ അങ്ങ് അപകീർത്തിപ്പെടുത്താം, ഒരു രാജൻ ജോസഫ് എന്ന് പറയുന്ന ഒരു മൂന്നാം കിട മാധ്യമ പ്രവർത്തകർ വിചാരിച്ചാൽ എല്ലാം തകർത്തെറിയാം എന്നൊക്കെ വിചാരിക്കുകയാണ്. കുറേ കുമിളകൾ പോലെ കുറേ ഓൺലൈൻ ചാനലുകൾ ഇറങ്ങിയിട്ടുണ്ട്. വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ എന്ത് വൃത്തിയിടും, തെമ്മാടിത്തരവും വിളിച്ച് പറയാം. ഒരു യൂട്യൂബും ചാനലും ഉണ്ടെങ്കിൽ എന്ത് തെമ്മാടിത്തരവും പോഷകത്തരങ്ങളും വിളിച്ച് പറയാം. അങ്ങനെയുള്ള കുറേ നീർക്കുമിളകൾ പൊട്ടി വരുന്നുണ്ട്. അതായത് ഇവരൊന്നും യഥാർത്ഥത്തിൽ മാധ്യമ പ്രവർത്തനമൊന്നും പഠിച്ച വ്യക്തികളല്ല. രാജൻ ജോസഫിനെ പോലുള്ള അല്പന്മാർ, ഇവരൊക്കെ മറ്റ് പല ജോലികളും പയറ്റി നോക്കി അതിലൊക്കെ സമ്പൂർണ്ണമായി പരാജയപ്പെട്ട്, എന്നാൽ പിന്നെ മാധ്യമപ്രവർത്തനമെങ്കിൽ മാധ്യമപ്രവർത്തനം, അങ്ങനെ കുറച്ച് ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് കുറേ കാശുണ്ടാക്കി കളയാം എന്ന് വിചാരിച്ച് നാണവും മാനവും ഇല്ലാതെ ഏതെങ്കിലും ഓൺലൈൻ ചാനലിൽ പോയിരുന്ന് തട്ടി വിടുകയാണ്. പച്ച പുലഭ്യങ്ങൾ വിളിച്ചു പറയുകയാണ്. ഷാഫിയെ പോലുള്ളവരെ, രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവരെ, അവരെയൊക്കെ ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുന്നു. അതും അൺപാർലമെൻ്ററി ആയിട്ട് വേർഡുകൾ സ്ഥിരമായി ഉപയോഗിച്ച് അതിൽ ആത്മരതി കണ്ടെത്താൻ ശ്രമിക്കുന്ന കുറേ കൃമികീടങ്ങൾ ഇവിടെ പൊട്ടിമുളച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും വീഴുന്നവരല്ല ഈ ജനകീയ നേതാക്കൾ. പാലക്കാട് 3 തവണ വിജയിച്ച് മെട്രോമാനെ പറപ്പിച്ച ഷാഫി പറമ്പിൽ വടകരയിൽ ടീച്ചറമ്മ എന്ന് അപരനാമമുള്ള KK ശൈലജയെ തറപറ്റിച്ചത് 1.25 ലക്ഷം വോട്ടിനാണ്. KK ശൈലജയുടെ പൊയ്മുഖം വലിച്ചു കീറിയതും അവർ യഥാർത്ഥത്തിൽ ആട്ടുംതോലിട്ട ചെന്നായെ പോലെയുള്ള അവരുടെ ഈ ഫേക്ക് ഐഡൻറ്റിറ്റി പൊളിച്ചടുക്കിയതും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടം ചേർന്നാണ്. അതോടുകൂടിയാണ് ഷാഫി പറമ്പിലിനെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഏറ്റവും മോശമായ സൈബർ അറ്റാക്കുകൾ പല കോണിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്നും തളരാതെ ഈ സ്വർണ്ണ വിഷയത്തിൽ, അതായത് കള്ളക്കടത്ത് പോലെ ഏറെ സെൻസിറ്റീവായി മാറിയ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഇരു നേതാക്കളും നടത്തുന്ന വലിയ രീതിയിലുള്ള പോരാട്ടം വിജയം കാണുകയാണ്. ഷാഫി നടത്തുന്ന മാർച്ച്, കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച്, ലാത്തിചാർജ് ഉപയോഗിച്ച് കോൺഗ്രസ് അടിച്ച് തകർക്കാൻ ശ്രമിച്ചപ്പോൾ ഷാഫിയുടെ മൂക്കിൽ നിന്നും ചോര വന്നത് കേരള മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കണം. പാർലമെൻറ്റിലെ MP ആണ്, പ്രിവിലേജുള്ള ഒരു VIP ആണ്. പിണറായിയുടെ പോലീസിന് തെമ്മാടിത്തരം കാണിക്കാവുന്ന, RSS സപ്പോർട്ടോടുകൂടി എന്ത് തെമ്മാടിത്തരവും കാണിക്കാം എന്ന് വിചാരിക്കുന്ന ഗുണ്ടാ വിളയാട്ടം, അതിന് കൃത്യമായ മറുപടിക്കായി കേരളം കാതോർത്ത് നിൽക്കുകയാണ്.